ഒരുപാട് കഷ്ടപ്പെട്ടാണ് പലരും സിനിമയിലെത്തുന്നത്. കരിയറിന്റെ തുടക്കകാലത്ത് ഇമേജ് നോക്കാതെ പല നടീനടന്മാർക്കും തുണ്ട് പടങ്ങളിൽ ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഇമേജ് നോക്കാതെ ബി ഗ്രേഡ് പടങ്ങളിൽ അഭിനയിച്ച നടീനടന്മാർ ആരൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. കൂട്ടിക്കൽ ജയചന്ദ്രൻ മിമിക്രി താരവും TV അവതാരകനും ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്ത നടനാണ് കൂട്ടിക്കൽ ജയചന്ദ്രൻ. മുകേഷ് അഭിനയിക്കേണ്ടിയിരുന്ന ചിരിക്കുടുക്ക എന്ന സിനിമയിൽ നായകനായും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ചാന്ത്പട്ട്, വർഗം, മൈബോസ്, ഡിക്റ്റേറ്റീവ്, മെമ്മറീസ്, ദൃശ്യം, 19-ാം നൂറ്റാണ്ട് തുടങ്ങിയവയാണ് പ്രധാന സിനിമകൾ. എന്നാൽ ഇദ്ദേഹത്തിന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് ഒരു ബി ഗ്രേഡ് സിനിമയിലൂടെയാണ്. മിമിക്രിയിൽ നിന്നും സിനിമയിലെത്താൻ ചാൻസ് അന്വേഷിച്ച് നടക്കുന്ന കാലത്ത് 2001 ഷക്കീല, മറിയ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ രാസലീല എന്ന സിനിമയിലാണ് ഇദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നത്. ഷക്കീലയും മറിയമൊത്തും ചില ചൂടൻ രംഗങ്ങളിലും ഇദ്ദേഹത്തിന് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് മലയാള സിനിമയിൽ ഷക്കീല തരംഗമായതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് നല്ല റീച്ച് കിട്ടുകയും പിന്നീട് ഇദ്ദേഹത്തിന്റെ സിനിമാ കരിയറിനെ തന്നെ ഇത് ബാധിക്കുകയും ചെയ്തിരുന്നു. മനോജ് നായർ മലയാളത്തിലെ ശ്രദ്ധേയനായ സീരിയൽ താരവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മനോജ് നായർ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റായ പുലിമുരുകൻ എന്ന സിനിമയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രശസ്ത നടി ബീന ആന്റണിയുടെ ഭർത്താവ് കൂടിയാണ്. നിരവധി TV സീരിയലിൽ അഭിനയിച്ച ഇദ്ദേഹം കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെയാണ് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കകാലത്ത് ചില ബി ഗ്രേഡ് മൂവികളിൽ ഇദ്ദേഹത്തിന് അഭിനയിക്കേണ്ടതായി വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തിപ്പെടുക എന്ന ഉദ്ദേശത്തോടെ ചാൻസ് അന്വേഷിച്ച് അലിഞ്ഞു നടക്കുന്ന കാലത്താണ് 2001 ഷക്കീല, സിന്ധു തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ രാക്കിളികൾ എന്ന സിനിമയിൽ സേതു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. എന്നാൽ ക്ലൈമാക്സിനോടടുത്ത് സിനിമയിലെത്തുന്ന ഇദ്ദേഹത്തിന് ചൂടൻ രംഗങ്ങളിൽ കാര്യമായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. എന്നാലും ഇദ്ദേഹത്തിന്റെ തുടർന്നുള്ള സിനിമാ കരിയറിനെ ഈ സിനിമ കാര്യമായി തന്നെ ബാധിച്ചു. കലാഭവൻ പ്രചോദ് മിമിക്രിയിലൂടെയാണ് നമ്മുടെ പ്രചോദേട്ടൻ സിനിമയിലെത്തുന്നത്. കോമഡി ഉത്സവം എന്ന പരിപാടിയുടെ പ്രധാന ജഡ്ജിമാരിൽ ഒരാളുമാണ് ഇദ്ദേഹം. മീശ മാധവൻ, ഡ്യൂപ്ലിക്കേറ്റ്, ഡിക്റ്റേറ്റീവ്, സ്പീഡ് ട്രാക്ക്, കേശു വീരനാഥൻ, പാപ്പിയപ്പച്ച, ആക്ഷൻ ഹീറോ ബിജു തുടങ്ങിയവയാണ് പ്രധാന സിനിമകൾ. എന്നാൽ ഇദ്ദേഹത്തിന്റെയും കരിയറിന്റെ തുടക്കകാലത്ത് ബി ഗ്രേഡ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 2000 പുറത്തിറങ്ങി ഷക്കീല, മറിയ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ കാതര എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. ഷക്കീലയും മറിയുമൊത്ത് ചൂടൻ രംഗങ്ങളിലും ഇദ്ദേഹം തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. സലീം കുമാർ മിമിക്രിയിലൂടെയായിരുന്നു നമ്മുടെ സലീമേട്ടൻ സിനിമയിലെത്തിയത്. ആദാമിന്റെ മകൻ അബു എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് വരെ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിലെ ശ്രദ്ധേയമായ കോമഡി ഷോ സിനിമാലയിലൂടെ പോപ്പുലർ ആവുകയും സിനിമയിലേക്ക് അവസരം ലഭിക്കുകയും ചെയ്തു. മലയാള സിനിമയിൽ ഷക്കീല തരംഗത്തിന് തുടക്കം കുറിച്ച് 2000 പുറത്തിറങ്ങിയ കിന്നാരത്തുമ്പികൾ എന്ന സിനിമയിലാണ് മിന്നൽ എന്ന കഥാപാത്രത്തെ നമ്മുടെ സലീമേട്ടൻ അവതരിപ്പിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇതൊരു സോഫ്റ്റ് പോൺ മൂവി അല്ലായിരുന്നു. സിനിമ ആരും വിതരണത്തിന് എടുക്കാത്തത് കൊണ്ട് നിർമ്മാതാക്കളുടെ നിവൃത്തികേട് കൊണ്ട് പിന്നീട് ചൂടൻ രംഗങ്ങൾ ഈ സിനിമയിൽ കുത്തിക്കയറ്റുകയായിരുന്നു. എന്നാൽ ഈ കാര്യത്തിനായി അണിയറ പ്രവർത്തകർ സലീം കുമാറിനോട് അനുവാദം ചോദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ യാതൊരു കാരണവശാലും തന്റെ ഫോട്ടോ സിനിമയുടെ പോസ്റ്ററിൽ വെക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അനുവാദം കൊടുക്കുകയും ചെയ്തു. പിന്നീട് മലയാളം, തമിഴ് തുടങ്ങി നിരവധി ഭാഷകളിൽ ഈ സിനിമ സൂപ്പർ ഹിറ്റാവുകയും അന്നത്തെ കാലത്ത് വെറും 12 ലക്ഷം മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ സിനിമ പിന്നീട് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് കോടികളാണ്. നിഷ സാരംഗ് ഉപ്പുമുളകും എന്ന സിറ്റ്കോമിലെ നീലു എന്ന കഥാപാത്രത്തിലൂടെ മലയാള പ്രേക്ഷകർക്കിടയിൽ വളരെ ശ്രദ്ധേയയായ നടിയാണ് നിഷ സാരംഗ്. 1999 പുറത്തിറങ്ങി ശോഭന നായികയായ അഗ്നിസാക്ഷി എന്ന സിനിമയിലൂടെയാണ് നിഷ സാരംഗ് മലയാള സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് കൃഷ്ണപക്ഷ പക്ഷികൾ, ഹരിഹരൻ പിള്ള ആപ്പിയാണ്, വജ്രം, എന്റെ വീട് അപ്പുവിന്റെയും, കാഴ്ച, കഥാവശേഷൻ തുടങ്ങി ഒരുപാട് സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിച്ച ഇവരുടെ വിവാഹമോചനം വളരെ പെട്ടെന്നായിരുന്നു. പിന്നീട് ജീവിതമാർഗം തേടി സിനിമയിൽ എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കരിയറിന്റെ തുടക്കകാലത്ത് കയ്യിൽ കിട്ടുന്ന വേഷങ്ങളൊക്കെ ചെയ്യാൻ ഇവർ നിർബന്ധിതയായി. സിനിമകളിൽ അവസരം ലഭിക്കാൻ കഷ്ടപ്പെടുന്ന സമയത്ത് ലഭിച്ച കഥാപാത്രമായിരുന്നു പ്രദക്ഷിണം എന്ന സിനിമയിലേത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ കിടപ്പറ രംഗങ്ങളും കുളിസീനും അഭിനയിക്കാൻ ഇവർ നിർബന്ധിതയാവുകയായിരുന്നു. സുരേഷ് ഗോപി ആക്ഷൻ രംഗങ്ങളിലൂടെയും പോലീസ് കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ഇദ്ദേഹം ഒരു കാലത്ത് മലയാള സിനിമയിലെ മൂന്നാമനായിരുന്നു. എന്നാൽ ഇദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്തതിന് ശേഷമാണ് സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. കരിയറിന്റെ തുടക്കകാലത്ത് വില്ലനായും സഹനടനായും ഏകദേശം 80 സിനിമകൾ അഭിനയിച്ചതിന് ശേഷമാണ് ഷാജി കൈലാസ് ടീമിന്റെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ തലസ്ഥാനം എന്ന സിനിമയിൽ ഒരു ബ്രേക്ക് ത്രൂ ലഭിക്കുന്നത്. എന്നാൽ കരിയറിന്റെ തുടക്കകാലത്ത് ഇദ്ദേഹത്തിനും ഒരുപാട് സോഫ്റ്റ് പോൺ മൂവികളിൽ അഭിനയിക്കേണ്ടതായി വന്നിട്ടുണ്ട്. നിറമുള്ള രാവുകളായിരുന്നു അതിലൊന്ന്. ഈ സിനിമയിൽ നിരവധി ചൂടൻ രംഗങ്ങളിൽ സുരേഷേട്ടൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് സിൽക്ക് സ്മിത നായികയായ 1989 പുറത്തിറങ്ങിയ മിസ് പമീല എന്ന സിനിമയിലും സിൽക്ക് സ്മിതയോടൊത്ത് ചൂടൻ രംഗങ്ങളിൽ നമ്മുടെ സുരേഷേട്ടൻ തകർത്ത് അഭിനയിച്ചിരുന്നു. വിജയ് മേനോൻ മലയാളത്തിലെ പ്രമുഖ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഇദ്ദേഹം മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് നിരവധി തവണ നേടിയിട്ടുമുണ്ട്. മുഖം, ദി കിങ്, രാജമാണിക്യം, ഹേ ജൂഡ്, സാറ്റർഡേ നൈറ്റ് തുടങ്ങി ഒരുപാട് സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ സൈക്കോ ആയോ, ശാസ്ത്രജ്ഞനായോ, ഫോറൻസിക് സർജനായോ മിക്കവാറും സിനിമകളിൽ ഇദ്ദേഹമാണ് എത്താറുള്ളത്. മാത്രമല്ല ഇന്ത്യൻ എക്സ്പ്രസിൽ നിരവധി ഇന്റർനാഷണൽ ആർട്ടിക്കിൾസും ഇദ്ദേഹം എഴുതുന്നുണ്ടായിരുന്നു. എന്നാൽ സിനിമാ കരിയറിന്റെ തുടക്കകാലത്തും മലയാള സിനിമയിൽ ഷക്കീല തരംഗമുണ്ടായ 2000 കാലഘട്ടങ്ങളിലും നിരവധി സോഫ്റ്റ് പോൺ മൂവികളിൽ
സിനിമകളിൽ ഇദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. ജഗന്നാഥ വർമ്മ നമ്മുടെ മലയാള സിനിമയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥാപാത്രമായി മിക്കവാറും സിനിമകളിൽ എത്തുന്ന നടനായിരുന്നു ഇദ്ദേഹം. മാത്രമല്ല യഥാർത്ഥത്തിലും ഇദ്ദേഹം ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. മലയാളത്തിലെ മുഖ്യധാര സിനിമകളിൽ ഒരുപാട് കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചില ബി ഗ്രേഡ് സിനിമകളിലെ കിടപ്പറ രംഗങ്ങളിലും ഇദ്ദേഹം തകർത്തഭിനയിച്ചിട്ടുണ്ട്. സുധീർ സുകുമാരൻ വിനയൻ സംവിധാനം ചെയ്ത ഡ്രാക്കുള എന്ന സിനിമയിലെ നായകനായി ഇദ്ദേഹം നിരവധി സിനിമകളിൽ വില്ലൻ കഥാപാത്രത്തെയും അവതരിപ്പിച്ചിട്ടുണ്ട്. CID മൂസ, കൊച്ചി രാജാവ് എന്നീ 2 സിനിമകളിലെ വില്ലൻ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ സിനിമാ കരിയറിന്റെ തുടക്കകാലത്ത് 1989 പുറത്തിറങ്ങിയ മോഹച്ചെപ്പ് എന്ന ബി ഗ്രേഡ് സിനിമയിലെ നായകനായിട്ടാണ് ഇദ്ദേഹത്തിന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബി ഗ്രേഡ് നായികയായ ഷർമിളിയായിരുന്നു ഈ ചിത്രത്തിലെ നായിക. ഈ ചിത്രത്തിന് വേണ്ടി നായികയായ ഷർമിളിയുമൊത്ത് നിരവധി ചൂടൻ രംഗങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇത്തരമൊരു ബി ഗ്രേഡ് സിനിമയിലൂടെ വന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ സിനിമാ കരിയറിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വിനയന്റെ ഡ്രാക്കുളയിലാണ് ഇദ്ദേഹം നായകനായി അഭിനയിക്കുന്നത്. കൊച്ചുപ്രമൻ നമ്മൾ മലയാള പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നടനാണ് കൊച്ചുപ്രമൻ ചേട്ടൻ. 1979 പുറത്തിറങ്ങിയ 7 നിറങ്ങൾ എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് 1996 പുറത്തിറങ്ങിയ ദില്ലി വാല രാജകുമാരൻ എന്ന സിനിമയിലൂടെയാണ് സിനിമാ രംഗത്ത് വീണ്ടും സജീവമാവുന്നത്. ഗുരു, ദി കാറ്, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം തുടങ്ങി ഒരുപാട് സിനിമകൾ അഭിനയിച്ച നടനാണ് ഇദ്ദേഹം. എന്നാൽ മലയാളത്തിലെ മുഖ്യധാര സിനിമകൾ അഭിനയിക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് ആ കാലഘട്ടത്തിൽ നിരവധി സോഫ്റ്റ് പോൺ മൂവിയിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഷക്കീല നായികയായി 2000 പുറത്തിറങ്ങിയ കാതര എന്ന സിനിമയിൽ ഷക്കീലയുടെ ഭർത്താവിന്റെ കഥാപാത്രം അവതരിപ്പിച്ചിരുന്നത് നമ്മുടെ കൊച്ചുപ്രേമൻ ചേട്ടനായിരുന്നു. മാത്രമല്ല പ്രദക്ഷിണം, നീലത്തടാകത്തിലെ നിഴൽ പക്ഷികൾ തുടങ്ങി ഒരുപാട് ബി ഗ്രേഡ് സിനിമകളിൽ നമ്മുടെ കൊച്ചുപ്രേമൻ ചേട്ടൻ വളരെ മനോഹരമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ദേവൻ മലയാളത്തിലെ സുന്ദരനായ വില്ലൻ എന്ന് വിളിപ്പേരുള്ള ഇദ്ദേഹം മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി തുടങ്ങിയ പ്രമുഖ നായകന്മാരുടെ വില്ലനായി നിരവധി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നായകനായിട്ടായിരുന്നു ഇദ്ദേഹം സിനിമയിൽ എത്തിയിരുന്നത്. നായകനായി ക്ലച്ച് പിടിക്കാതെ ഇദ്ദേഹം മലയാളത്തിലെ തകർപ്പൻ വില്ലനായി മാറുകയായിരുന്നു പിന്നീട്. എന്നാൽ മലയാളത്തിൽ മുഖ്യധാര സിനിമകളിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്തും ഇദ്ദേഹം ചില ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ചിരുന്നു. ശേഷം സ്ക്രീനിൽ നിഷീദിനി തുടങ്ങിയ സിനിമകൾ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. നടിച്ചിത്ര അഭിനയം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒരുപാട് ആരാധകരെ നേടിയെടുത്ത മലയാളത്തിലെ പ്രമുഖ നായികയായിരുന്നു ഇവർ. അഭിനയത്തിൽ മികച്ച കഴിവുണ്ടായിട്ടും തൻ്റെ സമകാലിക നായികമാരായ ഊർവശി, മേനക, അംബിക തുടങ്ങിയവരെ പോലെ മലയാളത്തിലെ പ്രമുഖ നായികമാരുടെ പട്ടികയിലേക്ക് ഉയരാൻ സാധിക്കാതെ വരികയും പിന്നീട് സിനിമയിൽ നിന്നും ഫീൽഡ് ഔട്ടാകുമെന്ന് കണ്ട ഇവർ നിരവധി സോഫ്റ്റ് പോൺ മൂവികളിലേക്കുള്ള കാസ്റ്റിംഗ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇവർക്ക് സിനിമയിൽ അവസരം കുറയുകയും തമിഴ് സീരിയലുകളിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. മലയാള സിനിമയിലേക്ക് ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുമ്പോഴായിരുന്നു ഇവരുടെ മരണം. ഉണ്ണിമേരി സിനിമാ രംഗത്ത് ഏറ്റവും അധികം സൗന്ദര്യമുള്ള നായികമാരിൽ ഒരാളായിരുന്നു ഉണ്ണിമേരി. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ഇവർ അവതരിപ്പിച്ചിരുന്നു. പിന്നീട് സിനിമകളിൽ തീരെ അവസരം ലഭിക്കാതെ വന്നതോടുകൂടി ചില ബി ഗ്രേഡ് സിനിമകളുടെ ഭാഗമാവുകയായിരുന്നു. ശങ്കർ ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള മികച്ച നായകന്മാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. നമ്മുടെ ലാലേട്ടൻ വില്ലനായെത്തിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ നായകൻ കൂടിയാണ് ഇദ്ദേഹം. പിന്നീട് 1980 ശേഷം ഫീൽഡ് ഔട്ടായ ഇദ്ദേഹം നിരവധി ബി ഗ്രേഡ് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. ചാർമിള മലയാളത്തിലെ പ്രമുഖ നടന്മാരുടെയൊക്കെ നായികയായി ഒരു കാലത്ത് തകർത്തഭിനയിച്ച നടിയായിരുന്നു ചാർമിള. ടെനം, അങ്കിൾ ബൺ, കേളി, പ്രിയപ്പെട്ട കുക്കു, കാബൂളിവാല തുടങ്ങിയ ഒരുപാട് സിനിമകൾ അഭിനയിക്കുകയും മിക്കവാറും ബാബു ആന്റണി സിനിമകളിലെ നായികയുമായിരുന്നു ഇവർ. എന്നാൽ പിന്നീട് സിനിമകളിൽ അവസരം കുറഞ്ഞതോടുകൂടി ചില ബി ഗ്രേഡ് സിനിമകളിലെ കാസ്റ്റിംഗ് സ്വീകരിക്കുകയായിരുന്നു ഇവർ. ബേബി അഞ്ജു ബാലതാരമായി മലയാള സിനിമയിലെത്തിയ ഇവർ പിന്നീട് മമ്മൂട്ടി ഉൾപ്പെടെ നിരവധി പ്രമുഖ നടന്മാരുടെ നായികയായി അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ നാളുകൾക്ക് ശേഷം സിനിമയിൽ നിന്നും അവസരം തീരെ കുറഞ്ഞതോടുകൂടി ചില ബി ഗ്രേഡ് സിനിമകളുടെ കാസ്റ്റിംഗ് സ്വീകരിക്കുകയായിരുന്നു ഇവർ. കലാഭവൻ ഷാജോൺ മിമിക്രിയിലൂടെയാണ് ഇദ്ദേഹം സിനിമയിലെത്തുന്നത്. കരിയറിന്റെ തുടക്കകാലത്ത് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ എത്തിയ ഇദ്ദേഹം ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി അഭിനയിച്ച ദൃശ്യം എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെയാണ് ഒരു ബ്രേക്ക് ത്രൂ ലഭിക്കുന്നത്. എന്നാൽ കരിയറിന്റെ തുടക്കകാലത്ത് ഇദ്ദേഹവും ചില ഷക്കീല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. രാസലീല, കാതര തുടങ്ങിയവ അതിൽ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. സാലു കൂറ്റനാട് മലയാള സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളുടെ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയനായ നടനാണ് സാലു. മൈ ഡിയർ കരടി എന്ന സിനിമയിലെ മേക്കപ്പ് മാൻ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ മുഖ്യധാര സിനിമയിൽ അഭിനയിക്കുന്ന അതേ സമയത്ത് തന്നെ ഇദ്ദേഹം നിരവധി ഷക്കീല സിനിമയിലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ജോസ് പല്ലിശ്ശേരി ഒരുപാട് കഥാപാത്രങ്ങളുടെ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയനായ നടനാണ് ഇദ്ദേഹം. ഇദ്ദേഹവും ഒരു ഷക്കീല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 2000 പുറത്തിറങ്ങി ഷക്കീല, സിന്ധു തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ രാക്കിളികൾ എന്ന സിനിമയിൽ പള്ളിയിലച്ചന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ജോസ് പല്ലിശ്ശേരിയായിരുന്നു. പ്രതാപചന്ദ്രൻ മലയാളത്തിലെ ശക്തമായ വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്ന നടനായിരുന്നു ഇദ്ദേഹം. മുഖ്യധാര സിനിമകളിൽ ശക്തമായ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ബി ഗ്രേഡ് സിനിമകളിൽ സുന്ദരിമാരായ നായികമാരുടെ പ്രായമേറിയ ഭർത്താവിന്റെ റോളിലായിരുന്നു ഇദ്ദേഹം മിക്കവാറും അഭിനയിച്ചിരുന്നത്. കൊല്ലം തുളസി മിക്കവാറും സിനിമകളിൽ ഇദ്ദേഹം രാഷ്ട്രീയ നേതാവായിട്ടാണ് അഭിനയിക്കാറ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലും ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്.
എന്നാൽ നമ്മുടെ കൊല്ലം തുളസി ചേട്ടനും ചില ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കരിയറിന്റെ തുടക്കകാലത്ത് സിനിമകളിൽ അവസരം ലഭിക്കാൻ വേണ്ടി ഇമേജ് ഒന്നും നോക്കാതെ പലപ്പോഴും ബി ഗ്രേഡ് സിനിമകളാണെന്ന് അറിയാതെയാണ് ഇവരിൽ പലരും അഭിനയിച്ചിരിക്കുന്നത്. പലപ്പോഴും ഇവർ അഭിനയിച്ച് പൂർത്തിയാക്കിയതിന് ശേഷം ഇവർ അറിയാതെയായിരിക്കും പല സിനിമകളിലും ചൂടൻ രംഗങ്ങൾ കുത്തിക്കയറ്റി സിനിമ പ്രദർശിപ്പിക്കുന്നത്. ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിക്കുക എന്നുള്ളത് വലിയൊരു പാപമൊന്നുമല്ല. രണ്ടും സിനിമകൾ തന്നെയാണ്, രണ്ടും അഭിനയവുമാണ്. എന്നാൽ പലരും തങ്ങളുടെ ഇമേജ് നോക്കാതെ സിനിമയോടുള്ള അടങ്ങാത്ത ആവേശവും ആഗ്രഹവും ഉള്ളതുകൊണ്ട് ഇത്തരം സിനിമകളിൽ അഭിനയിക്കുകയും പിന്നീട് സിനിമകളിൽ ഉയർച്ചയിലെത്തുകയും ചെയ്ത ഒരുപാട് നടന്മാരുമുണ്ട്. ഇത്തരം സിനിമകളിൽ അഭിനയിച്ച നടന്മാരെ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒരു 1K ലൈക്കിൻ്റെ ടാർഗറ്റ് ഈ വീഡിയോയ്ക്ക് വെക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.